ഗുസ്തി കരിയർ അവസാനിപ്പിക്കുകയാണെന്ന് ഒളിമ്പിക്സ് മെഡൽ ജേതാവ് സാക്ഷി മാലിക് മുംബൈയിൽ 144 പ്രഖ്യാപിച്ചു. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ഗുസ്തി കരിയർ അവസാനിപ്പിക്കുകയാണെന്ന് ഒളിമ്പിക്സ് മെഡൽ ജേതാവ് സാക്ഷി മാലിക്. ദേശീയ ഗുസ്തി ഫെഡറേഷൻ പുതിയ പ്രസിഡന്റായി സഞ്ജയ് സിംഗ് തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് സാക്ഷിയുടെ പ്രഖ്യാപനം. വാർത്താ സമ്മേളനത്തിൽ തന്നെ ഷൂസ് എടുത്ത് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സാക്ഷി മാലിക് ഇക്കാര്യം പങ്കുവച്ചത്. വനിതാ താരങ്ങൾ ഇനിയും ചൂഷണം ചെയ്യപ്പെടുമെന്ന് വിനേഷ് ഫോഗട്ടും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാർലമെന്റ് ആക്രമണത്തിലെ 4 പ്രതികളുടെയും കസ്റ്റഡി കാലാവധി 15 ദിവസത്തേക്ക് കൂടി നീട്ടി. അതിനിടെ ഡൽഹി പോലീസ് 2 പേരെ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. അതിനിടെ കേസിൽ അറസ്റ്റിലായ മനോരഞ്ജൻ, സാഗർ ശർമ്മ, നീലം ആസാദ്, അമോൽ ഷിൻഡെ എന്നിവരുടെ കസ്റ്റഡി കാലാവധി 15 ദിവസത്തേക്ക് കൂടി നീട്ടി. ആക്രമണത്തിൽ ഡൽഹി പോലീസ് 2 പേരെ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പാർലമെന്റിനകത്ത് പ്രതിഷേധിച്ച മനോരഞ്ജന്റെ സഹപാഠിയും ബംഗളൂരു സ്വദേശി സായി കൃഷ്ണൻ, UP സ്വദേശി അതുലിനെയുമാണ് ചോദ്യം ചെയ്യുന്നത്. നാടിന്റെ ഭാവി പുതിയ തലമുറയിലാണെന്നും അവരുടെ മസ്തിഷ്കത്തിൽ വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും വിഷം കുത്തിവെക്കുന്നവർക്കെതിരെ യോജിച്ച മുന്നേറ്റം ഉണ്ടാവണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിന്റെ ഭാഗമായി ആറ്റിങ്ങലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗണ്യമായ നേട്ടങ്ങൾ സ്വന്തമാക്കി ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നേറുമ്പോൾ അതിൽ തടയിടാൻ വർഗീയ ശക്തികളും അവരുടെ ദല്ലാളുമാരും ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ 3 സൈനികർക്ക് വീരമൃത്യു. പൂഞ്ച് ജില്ലയിൽ സൈനികർ സഞ്ചരിക്കുകയായിരുന്ന ആർമി ട്രക്കിന് നേരെയാണ് ഭീകരാക്രമണം ഉണ്ടായത്. ദേരാക്കി കലിയിലാണ് ഭീകരർ സൈനിക വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയത്. ഏറ്റുമുട്ടൽ തുടരുന്നതിനാൽ കൂടുതൽ സൈനികരെ സംഭവ സ്ഥലത്തേക്ക് അയച്ചതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. പാർലമെന്റ് കെട്ടിടത്തിന്റെ സുരക്ഷ ഇനി സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഏറ്റെടുക്കും. അടുത്തിടെ നടന്ന പാർലമെന്റ് സുരക്ഷാ ലംഘനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഡൽഹി പോലീസിൽ നിന്ന് സുരക്ഷാ ചുമതല CISF ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വിജ്ഞാപനത്തിലാണ് ആഭ്യന്തര വകുപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രവേശനം നടത്തുന്നവരെ പരിശോധിക്കുന്നതുൾപ്പെടെ എല്ലാ അനുബന്ധ ഉത്തരവാദിത്തങ്ങളും CISF ഏറ്റെടുക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷനായി സഞ്ജയ് കുമാർ സിംഗിനെ തെരഞ്ഞെടുത്തു. 47-ൽ 40 വോട്ടുകളാണ് സഞ്ജയ് കുമാർ നേടിയത്. മുൻ അധ്യക്ഷനായിരുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ അടുത്ത സഹായിയാണ് സഞ്ജയ് കുമാർ. ഉത്തർപ്രദേശ് റെസ്ലിംഗ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് സഞ്ജയ് കുമാർ. ബ്രിജ്ഭൂഷൺ അനുകൂല പാനലിലെ എല്ലാവരും വിജയിച്ചു. അധ്യക്ഷൻ, ട്രഷറർ, സെക്രട്ടറി ജനറൽ, സീനിയർ വൈസ് പ്രസിഡന്റ് തുടങ്ങി 15 സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി K. പൊന്മുടിക്കും ഭാര്യയ്ക്കും 3 വർഷം തടവും 50 ലക്ഷം പിഴയും ശിക്ഷ വിധിച്ചു. മദ്രാസ് ഹൈക്കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഇരുവരെയും വെറുതെ വിട്ട കീഴ്ക്കോടതി വിധി റദ്ദാക്കിയായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മന്ത്രിയും ഭാര്യയും അഴിമതി നിരോധന നിയമപ്രകാരം കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരത്ത് ഭിന്നശേഷിക്കാരിയായ കുട്ടിയെ അമ്മ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തി. അമ്മ മിനിയാണ് ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിലിട്ടത്. ചിറയൻകീഴ് സ്വദേശി അനുഷ്കയാണ് കൊല്ലപ്പെട്ടത്. 8 വയസ്സായിരുന്നു കുട്ടിക്ക്. 19 മുതൽ യുവതിയെയും മകളെയും കാണാനില്ലായിരുന്നു. ഇന്ന് രാവിലെ കുട്ടിയുടെ അമ്മ മിനി ചിറയൻകീഴ് പോലീസിൽ കീഴടങ്ങിയതിനു ശേഷമാണ് വാർത്തകൾ പുറത്തുവന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള സമിതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി കേന്ദ്രമന്ത്രി ഉൾപ്പെടുത്താനുള്ള ബിൽ ഏകപക്ഷീയമായി പാസാക്കി കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി, പ്രതിപക്ഷ കക്ഷി നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി എന്നിവരാണ് സമിതി അംഗങ്ങൾ എന്നതാണ് പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്. 146 MPമാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയാണ് BJP സർക്കാർ ഈ നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ജനുവരി 18 വരെ മുംബൈയിൽ 144 ഏർപ്പെടുത്തി. ഭീകരാക്രമണങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെക്ഷൻ 144 ഏർപ്പെടുത്തിയത്. രാത്രിയോടെ നിരോധനാജ്ഞ പ്രാബല്യത്തിൽ വരും. ഡ്രോണുകൾ, റിമോട്ട് നിയന്ത്രിത മൈക്രോ ലൈറ്റ് എയർക്രാഫ്റ്റുകൾ, പാരാഗ്ലൈഡറുകൾ തുടങ്ങിയവ ഭീകരർ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യത കണക്കിലെടുത്താണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ എന്നിവ സന്ദർശിക്കുക.